സംസ്കാരത്തിൽ എല്ലാ തരത്തിലുള്ള ആരാധനാക്രമങ്ങളും, കാരണം നമുക്ക് ഒന്നും നമ്മളുടെ നേടിയതല്ല, നമ്മളിങ്ങനെ കയ്യും വീശിക്കൊണ്ടാണ്, അതായത് കയ്യിലൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്, പോകാൻ നേരത്തും അത് തന്നെ. അപ്പം അതിനിടയിൽ നമ്മുടെ സാംസ്കാരിക പുരോഗതിയും ആധ്യാത്മിക പുരോഗതിയും ഒക്കെ നിർണ്ണയിക്കുന്നത് ഈശ്വര ആരാധനയിലൂടെയാണ്, നിരന്തരമായിട്ടുള്ള സാധനയിലൂടെ. അതിൽ ഉപവാസവും പലതരത്തിലുള്ള ആരാധനാക്രമങ്ങളും ഉൾപ്പെടും. ഇതൊക്കെ നമ്മൾ ഈ ദേവീ ദേവന്മാരെ പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് നാം നേടിയെടുക്കേണ്ടത്. അത് ഇവിടെ ധാരാളം വിദ്യാർത്ഥികൾ ഈ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയിൽ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ സദസ്സ് വളരെ ശുഷ്കമായിട്ടുള്ളത് ഒന്ന് കാരണം വളരെ വൈകി നാളെ സ്കൂൾ ഉള്ള ദിവസമാണ്, അതുകൊണ്ടുണ്ടായിരിക്കാം. ഇനി നമ്മുടെ ശാരദാ ദേവിക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ആശ്രമ തുല്യമായ ഒരു പരിസരമാണ്. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ചെത്തിയും ചെമ്പകവും ചെമ്പരത്തിയും അരളിയും വാഴയും ബദരിയും കൃഷ്ണതുളസിയും രാമതുളസിയും വളർന്നു നിൽക്കുന്ന ഈ മന്ദിരം ഒരു ആശ്രമം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ. അപ്പം നമ്മുടെ മനസ്സിൽ ഇന്നും കളിയാടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പൂജാമുറിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ നാം മറ്റൊരാളാവുകയാണ് മാറുന്നത്, ഒരു ആധ്യാത്മിക തലം കൈവരികയാണ് ചെയ്യുന്നത്. ആ ചൈതന്യം നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതല്ല. അതായത് വിദ്യാദേവതയായ ശ്രീ ശാരദാദേവിയും ശ്രീനാരായണ ഗുരുദേവനും ശ്രീ അയ്യപ്പസ്വാമിയും എല്ലാം വേണരുളുന്ന ഒരു ആരൂഢ സങ്കല്പമാണ് ഈ പൂജാമുറി കുടികൊള്ളുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത് 1998 ജൂൺ മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് ഞങ്ങൾ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഒരു പ്രത്യേക അനുഭൂതി, പുസ്തകങ്ങൾ റെഫർ ചെയ്യാനും കൂടുതൽ പഠിക്കണം, കൂടുതൽ അറിയണം എന്നുള്ളൊരു മോഹം എന്നിൽ ഉദിച്ചത് ഈ പൂജാമുറിയിൽ നിന്ന് കിട്ടിയതാണിത്. ഏത് വേദിയിലായാലും അത്യധികം ചാരിതാർത്ഥ്യത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും. നാം നവരാത്രി കാലത്ത് ഇവിടെ കുട്ടികളെ ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. വെള്ളിയാഴ്ചകളിൽ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളുണ്ട്. അത് കൂടുതലും ശാരദാദേവിയെ കുറിച്ചുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ ശാരദാദേവിക്ക് ഇത്രയും വലിയ പരിഗണന നൽകാൻ കാരണം എന്താണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ജനനി നവരത്ന മഞ്ജരി എന്ന ഒരു കൃതി, അതായത് 9 ശ്ലോകങ്ങളുള്ളവരെ ഭക്തി കാവ്യം തന്നെ എന്ന് വേണമെങ്കിൽ അതിന് പറയാം. അതിനെ ഫോളോ ചെയ്തതുകൊണ്ടാണ് ശിവഗിരിയിൽ ശാരദ ദേവിയുടെ ഒരു പ്രതിഷ്ഠ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അവിടെ പോയി സന്ദർശിച്ച് ആ സന്നിധിയിൽ നിന്ന് തൊഴുന്നത് ഒരു ജന്മാന്തര പുണ്യമായി കരുതുന്നു. എനിക്കൊരു തവണ മാത്രമേ അവിടെ പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് രാവും പകലും മണൽ വിരിച്ച, പഞ്ചാര മണൽ വിരിച്ച ആ ശാരദാ മണ്ഡപത്തിൽ കയറി ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും തൊഴാൻ പറ്റിയൊരു, അങ്ങനെയുള്ള സാധാരണ ക്ഷേത്രങ്ങൾ തന്നെ ഉണ്ടാകാറില്ല. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ അവിടെ അതൊന്നുമില്ല. ഏത് പാതിരാത്രിക്കും പോയി നമുക്ക് ധ്യാനം കൊടുക്കുക കൂടി ചെയ്യാം. അപ്പോൾ യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർദേവൈ സദാ പൂജിത സാമാപാതു സരസ്വതി ഭഗവതി വിശേഷ ജഡ്യാപഹ. ഇതാണ് സംസ്കൃതത്തിലുള്ള ഒരു ശ്ലോകം. നമ്മുടെ സാധാരണയായിട്ട് ഈ ശ്ലോകം അക്ഷര ശ്ലോകം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. വലിയ ശ്ലോകമാണിത്, എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ ഭരതനാട്യം സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ചെയ്യുന്ന കുട്ടികൾ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. സമുദ്രവദൻ വസനീ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷണസ്വമേ. ഭൂമിയാവുന്ന ദേവിയെ ഞാൻ പാദങ്ങൾ കൊണ്ട് ചവിട്ടി നിൽക്കുന്നതിന് മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ദേവിയെ നമസ്തുതി എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ സർവമംഗല മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബരേ ഗൗരി നാരായണീ നമസ്തുതേ. ഇതിനെല്ലാം മൂലകാരണമായിട്ടുള്ള ഒരു ദേവീ സങ്കല്പത്തിലേക്കാണ് നാം ചെന്നെത്തുക. അതായത് ബ്രഹ്മാച്യുത ശങ്കരൻ, ശിവനും ബ്രഹ്മാവും വിഷ്ണു, അവർക്ക് മുകളിൽ ഒരു ദേവീ സങ്കല്പം, ഒരു മാതൃസങ്കല്പമാണുള്ളത്. ആ മാതൃസങ്കല്പത്തെ നാം ശ്രീനാരായണ ഗുരുദേവൻ വലിയ പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ് അവതരിപ്പിച്ചത്.
കാരണം ഭൂമിയിലെ ആധ്യാത്മിക പുരോഗതി വേണമെങ്കിൽ നാം ഈ ദേവിമാരെ, അതായത് ആദിപരാശക്തിയെ ആദരിച്ചേ മതിയാകും. അതിൽ ഒന്നായ മാമതി, ഒന്നായിരം അറിയാവുന്ന എല്ലാവർക്കും മുഴുവൻ വൈകാട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അത് നമ്മൾ കുട്ടികൾക്ക് എഴുതി കൊടുക്കാറുണ്ട്. അതിൽ തന്നെ ഈ ശാരദ കർണാമൃതം എന്ന് പറഞ്ഞ ഒന്നാണ്. അത് ഗുരുദേവൻ രചിച്ചതല്ല, മറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ രചിച്ചതാണ്. അതിൽ 51 അക്ഷരങ്ങളുടെ ആ തുടക്കത്തിലാണ് ആദിനാരായണൻ മുതലേവരും ഭേദമന്യേ ഭജിക്കും പകൽപദം സാദരം തൊഴുതിയിടുന്നു സമ്പ്രദം ഖേദനാശിനി ശാരദയെ പായും. ഖേദനാശിനി കൂടിയാണ്. സരസ്വതിയുടെ ചിത്രം നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് കുട്ടികൾക്ക് അറിയാം. വെള്ളത്താമര ഇലയിലെ വീണ മെട്ടിക്കൊണ്ട്, നവരത്ന വീണ മെട്ടിക്കൊണ്ടാണ് സരസ്വതി ഇരിക്കുന്നത്. അതാണ് കുമാരനാശാൻ രചിച്ചതും. വീണ പൂവേ, കുമാരനാശാൻ്റെ വീണ പൂവേ എന്നുള്ളതിൽ ഈ ശ്രീനാരായണ ഗുരുദേവന്റെ പേര് വരുന്നുണ്ട് അതിൽ. അതുപോലെ തന്നെ സരസ്വതി ദേവിയുടെ മറ്റ് ശ്ലോകങ്ങൾ കൂടിയുണ്ട്. മാണിക്യ വീണ ഉപരാളയന്തി മദാരസ മഞ്ജുള വാഗ്വിലാസ മഹേന്ദ്ര നീലദ്യുതി കോമളാംഗി മാതംഗ കന്യാ മനസാ സ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവദംസേ കുജോന്നതേ കുങ്കുമരാഗശോണി പുണ്ടരീക്ഷു ഭാഷാംശ പുഷ്പബാണഹസ്തേ നമസ്തേ 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 ജഗദൈകമാതഃ. അതിന് ശ്യാമളാദണ്ഡകൻ എന്നാണ് പേര്. അത് ശ്രീനാരായണിയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇന്ദ്രവജ്ര എന്നൊരു വൃത്തത്തിലാണ് അത് കവി സംസ്കൃത വൃത്തത്തിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ദ്രവജ്ര എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ അതേന്ദ്ര വജ്രാങ്കി ഉപേന്ദ്രവജ്ര കലർന്നു വന്നാൽ ഉപജാതിയാവും എന്നാണ് അതിൻ്റെ. അത് ഓർമ്മയുണ്ടായിരുന്നു പലർക്കും. ഇവിടെ ബ്രെയിനിലെ സെറിബ്രത്തിലുള്ള റെക്കോർഡ് വെച്ചിട്ടുണ്ട് അല്ല. കുറ്റപ്പുറത്ത് കേശവൻ നായരുടെ തക്കോൾ കൊടുക്കാതിരുണോദയത്തിൽ തനയും മുഴങ്ങും വലിയൊരലാറം പൂങ്കോഴി തൻ പുഷ്കല കണ്ടനാഥം കെട്ടിങ്ങുണർ നീട്ടി ശ്രീവരന്മാർ. ഇതാണ് നമുക്ക് സ്കൂൾ പഠിക്കാനുണ്ടായിരുന്നത് ഇന്ദ്രവജ്ര വൃത്തത്തിൽ. അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ ബി ഉഷ നല്ലൊരു പ്രസംഗം ഉണ്ടായിരുന്നു അല്ലേ. ശ്രീനാരായണ ഗുരുദേവന്റെ ആ കാളി നാടകം, അത് എല്ലാവരും ഇവിടെ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ ലൈബ്രറിയുടെ ആ ബുക്ക് ഉണ്ട് തോന്നുന്നു അല്ലേ, കാളി നാടകം എന്നത്. ആ കാളി നാടകത്തിലെ പിന്നെ ദേവിയുടെ രൂപത്തെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരമശിവന്റെ താണ്ഡവത്തെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ശിവകുടുംബത്തെ കുറിച്ചാണ് കൂടുതലും ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇന്നലെ അതിൻ്റെ അപൂർവ വൃത്തത്തെ പറ്റി പറയുകയുണ്ടായി. അതായത് ഭുജംഗപ്രയാണം, ഒരു സർപ്പ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, വന്ദേഭാരത് പോകുന്ന മാതിരിയല്ല. അതിന് ഇതേപോലെ ശ്രീനാരായണ ഗുരുദേവൻ അപൂർവമായിട്ടുള്ള വൃത്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് മത്തേപ്പം. മത്തേപ്പം എന്ന വൃത്തത്തിലാണ് ജനനീ നവരത്ന മഞ്ജരി എന്ന അത്യുത്കൃഷ്ടമായ കൃതി രചിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പിന്നെ തോടകം എന്ന വൃത്തത്തിലാണ് ശിവശങ്കര സർവശരണ്യ വിഭു. ഇതൊക്കെ കുട്ടികൾ, നമ്മുടെ കുട്ടികൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ചൊല്ലിത്തരും. ആ വൃത്തത്തിൻ്റെ ലക്ഷണം വരെ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ഏറെ അഭിമാനമുണ്ട് ശ്രീനാരായണ ഗുരുദേവ, അതായത് ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് ഇത്രയും ചെറിയ ചെറിയ അറിവുകൾ നേടാൻ കഴിഞ്ഞതിൽ ഈ പിന്നെ എന്താ പറയുക, ഈ ഒരു സ്ഥാപനത്തോട് ഉള്ള പിന്നെ നിർവ്യാജമായിട്ടുള്ള ഭക്തിയും കടപ്പാടും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നും ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ആ ആധ്യാത്മിക രംഗത്ത് ജൈത്രയാത്ര തുടരട്ടെ. അതുപോലെ തന്നെ സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഈ മഹത്തായ നവരാത്രി ഉത്സവം എൻ്റെ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ അതൊരു മുജ്ജന്മ സുഹൃതമായി ഞാൻ കരുതുന്നു. കാരണം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത്. നാം വിചാരിച്ച് പ്ലാൻ ചെയ്തത് കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ശാരദാ ദേവിയുടെയും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്താൽ ഈ സന്നിധിയിൽ വെച്ച് നടത്താൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് കുറേയേറെ കവിതകൾ ചൊല്ലാനുള്ള അവസരം ഈ വേദിയിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കുമാരനാശാൻ്റെ 150ാമത് ജന്മവാർഷിക ദിനം ഇവിടെ ആഘോഷിക്കാൻ സമയത്ത് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറേ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നാൽ കഴിയുന്നത്, കാരണം നമുക്കെല്ലാം വളരെ പരിമിതമായിട്ടുള്ള അറിവേ ഉള്ളൂ. അത് നമ്മുടെ ശ്രീനാരായണ ഭക്തരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള അപൂർവ സൗഭാഗ്യങ്ങൾ അന്നും ഇന്നും എന്നും ഈ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ
പിന്നെ ഭാരവാഹികൾ, അതായത് ചെയർമാനും മറ്റു ഭാരവാഹികളും അണിയറ പ്രവർത്തകരെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അതിന് എന്നും ഞാൻ കടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ ഈ നവരാത്രി ഉത്സവത്തെപ്പറ്റി കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ കുറേയേറെ മണിക്കൂറുകൾ തന്നെ വേണ്ടി വരും. കാരണം വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്, കേരളത്തിലെ കൊയ്ത്ത് കാലമാണ്. അപ്പോൾ അതും ആയുധ പൂജ, അതായത് നമ്മുടെ കയ്യിലെന്താ മുമ്പിൽ വിളമ്പി വെച്ചിരിക്കുന്ന കഞ്ഞി കുടിക്കണമെന്ന് അതിന് പ്രത്യേക യോഗം വേണം. അതിലൊരു പാറ്റ വന്ന് വീണാൽ പോയി, എടുത്ത് കളയാം. അപ്പോൾ അനുഭവിക്കാനുള്ള യോഗം അത് നമുക്ക് തരണമേ എന്നാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനോട്, സരസ്വതി ദേവിയോട്, പിന്നെ ശ്രീ അയ്യപ്പ സ്വാമിയോട് ഒക്കെ പ്രാർത്ഥിക്കുന്നത്. ശാരദാ കർണാമൃത എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ? തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനത്തിനും പറയുന്നുണ്ടല്ലോ, 51 അക്ഷരം. അതിൽ ഓരോന്നിടത്തും നിജ കീർത്തിപ്പതിന് അരുള നാരായണായ നമ അല്ലേ? പിന്നെ മനുഷ്യന് അഹങ്കാരം ഉണ്ടാവില്ല. ഈ നവരാത്രിയുടെ ഓരോ ശ്ലോകത്തിൽ പറയുന്നത് എന്നിൽ നിന്ന് അഹങ്കാരം നീക്കിത്തരണം. ഞാൻ എന്ന ഭാവമത് തോന്നുന്നേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. ഈ നാരായണൻ വിഷ്ണു ആകാം, ശ്രീനാരായണ ഗുരുദേവനാകാം, മറ്റ് ദേവി സങ്കല്പങ്ങളുടെ എല്ലാം മൂർത്തഭാവമാകാം. ഈ ശാരദാദേവിയുടെ കയ്യിലാണ് തത്ത ഇരിക്കുന്നത്. ആ തത്തയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ഭക്തിപൂർവ്വം ഉദരപലഹാരങ്ങളൊക്കെ കൊടുത്ത് വിളിച്ചിട്ട് അധ്യാത്മരാമായണം എന്നാൽ ശ്രീ മഹാഭാരതം, പിന്നെ മഹാഭാഗവതം ഒക്കെ കിളിപ്പാട്ട് രൂപത്തിൽ മലയാള ഭാഷയ്ക്ക് കേരളീയ മാതാവിന് സമർപ്പിച്ചത്. അപ്പോൾ ഇത്രയും സമയം എൻ്റെ ഈ ചെറു പ്രഭാഷണം ശ്രദ്ധിച്ചതിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഓക്കെ, എല്ലാവർക്കും ഒന്നുകൂടി നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.